കൊല്ലത്ത് തീരദേശത്തിപ്പോൾ മാലിന്യത്തിരയാണ്. കൊല്ലം പോർട്ട് മുതൽ തങ്കശ്ശേരി വരെ കിടക്കുന്ന പ്രദേശത്ത് മാലിന്യ കൂമ്പാരമുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വലുതാണ്. മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് മാലിന്യം കൊണ്ട് തള്ളുകയാണ്. ഇത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളല്ല. കൊല്ലം ബീച്ച് മുതൽ വാടി കടപ്പുറം വരെയുള്ള തീരദേശ മേഖലയിൽ നിന്നുള്ള കാഴ്ചകളാണ്. മാലിന്യം ഇങ്ങനെ മല പോലെ കുമിഞ്ഞുകൂടി കടക്കുകയാണ് ഈ ഭാഗങ്ങളിൽ. കൊല്ലം പോർട്ടിനും തുമ്പൂർമൊഴി മാലിന്യ കേന്ദ്രത്തിലും വാടിയിലുമാണ് മാലിന്യം നിറഞ്ഞു കിടക്കുന്നത്. കൊല്ലം പോർട്ട് കഴിഞ്ഞാൽ കടപ്പുറത്തോട് ചേർന്ന് മാലിന്യം അനുദിനം കുന്നുകൂടുകയാണ്. മാലിന്യം പലയിടങ്ങളിൽ കടലോര മേഖലകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മാലിന്യം കുമിഞ്ഞുകൂടുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് കൊതുകുകളും ഒരുപാട് രോഗങ്ങളും ഈ തീരദേശത്തുണ്ട്. ഈ അടുത്തടുത്തിരിക്കുക വീട്ടിൽ കാണുമ്പോൾ അറിയാം, ഇവിടെ ചവറ് അവിടെ വീട്. ഈ കുട്ടികളെല്ലാം വൈകിട്ടൊന്ന് കളിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഒരുപാട് മക്കൾക്ക് പനിയും ഇങ്ങനത്തെ അസുഖം വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് പ്ലെയിനായിട്ട് കിടന്ന സ്ഥലമാണ്. ഞങ്ങൾ കൊച്ചുപ്രായത്തിൽ ഇങ്ങനെ ചവറ ഇവിടെ കാണത്തില്ല. മാലിന്യങ്ങൾ വലയിൽ കുടുങ്ങുന്നതോടെ വലിയ നഷ്ടമുണ്ടാകുന്നതായും മത്സ്യത്തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നു. മാലിന്യം കുമിഞ്ഞുകൂടി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് തീരദേശവാസികൾ. ഞങ്ങൾ മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ പുറത്തിറങ്ങിയിരിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ ചവറിൻ്റെ സ്മെല്ല് കാരണം പുറത്തിറങ്ങിയിരിക്കാനൊന്നും പറ്റുന്നില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ചവറ് മാത്രമല്ല, ദൂരെ നിന്ന് ആൾക്കാരൊക്കെ കൊണ്ടുവരുന്ന ചവറുകളാണ് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാവുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ വാടയും കൊതുവും കൊണ്ട് മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനി, ഞാനിപ്പോൾ ഡെങ്കിപ്പനിയായിട്ട് കിടന്നിട്ടാണ് വന്നതാണ്. വൈറസ് പനിയായിട്ടാണ് ഞാൻ വന്നത്. വൈറസ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്ന അമ്മേ അത് ഡെങ്കിയാണ് വന്നത് അമ്മയ്ക്ക്. അത് പിന്നെ കൗണ്ട് കൂടിയോണ്ട് അത് വൈറസ് ആയതാണെന്നാണ് പറയുന്നത്. എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആരോട് പറയാൻ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കൗൺസിലർ പറയുക നിങ്ങൾക്ക് വൃത്തിയാക്കി തരുന്നില്ലേ എന്ന്. അങ്ങേര് അത് പറഞ്ഞിട്ട് അങ്ങേര് ഒഴിഞ്ഞു മാറുക. ഇപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനും നോക്കുന്നില്ല. പിള്ളേരെ കൊണ്ട് അപ്പുറം ഇപ്പുറമുള്ള വീട്ടിലാണ് കുഞ്ഞിനെ കൊണ്ട് കിടത്തുന്നത്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് വൃത്തിയാക്കി തരുകയും ചെയ്യണം. മാലിന്യം ശേഖരിക്കാനെത്തുന്ന ഹരിതകർമ്മസേനയ്ക്ക് പണം നൽകിയ രേഖകളുമായി നിൽക്കുന്ന ഈ വീട്ടമ്മമാർ ചോദിക്കുന്നു, ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഈ ദേശത്തുള്ളവരാരും പ്ലാസ്റ്റിക്കോ ഒന്നും കൊണ്ടിടത്തില്ല. ഞങ്ങളുടെ പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചും കൊണ്ട് ഞങ്ങളിത് ഇവർ വരുമ്പോഴാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ ലിസ്റ്റിൽ നോക്കി ഇത്രയും തുണ്ടുകളും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞങ്ങളതൊന്നും കളഞ്ഞിട്ടില്ല, ഇതെല്ലാം ഉള്ളതാണ്. അപ്പം ഞങ്ങൾ കൊണ്ടുവരുന്നത് വണ്ടിയിൽ, ആട്ടോയിൽ, പെട്ടി ആട്ടോയിലെല്ലാം കൊണ്ടുവന്നാണ് അവർ ദൂരെ തട്ടിക്കൊണ്ട് പോകുന്നത്. ഇവിടെ ഉള്ളവർ വിളിക്കുകയാണെങ്കിൽ അവരെ വിളിച്ച് വഴക്ക് പറയണമെങ്കിൽ ഉടനെ അവർ ഞങ്ങളുടെ അടുത്ത് പറയുക ഇത് കടപ്പുറമാണ്, ഞങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളാരും ഇവിടെ വേസ്റ്റ് എടുത്തില്ല. ഞങ്ങളുടെ ഈ ലൈനിൽ എല്ലാവരുടെയും കയ്യിൽ ഈ കാർഡും തുണ്ടും എല്ലാം ഉണ്ട്. ഒരു വേസ്റ്റും വെള്ളിയും ഒന്നും ഇവിടെ കൊണ്ടിടത്തില്ല. ഇതൊരു തെളിവാണല്ലോ. തീരദേശങ്ങളിൽ തള്ളുന്ന മാലിന്യങ്ങളുടെ ഭൂരിഭാഗവും ടൗണിൽ നിന്ന് ആരൊക്കെയോ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതാണ്. നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുക മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാര മാർഗമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആർത്തിരച്ചു വരുന്ന തിരമാലകളോട് മാത്രമല്ല, നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീരത്തേക്കെറിയുന്ന മാലിന്യങ്ങളോടും പൊരുതി വേണം ഈ തീരദേശ ജനതയ്ക്ക് ജീവിക്കാൻ. മാലിന്യ സംസ്കരണം വാക്കുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഇവരുടെ ജീവിതമാണ് കൂടുതൽ ദുരിതത്തിലാകുന്നത്. ഇവരുടെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായേ മതിയാവൂ. കൊല്ലത്തുനിന്ന് ശ്രീകാന്ത് PS-നൊപ്പം അരുൺ രാജ്, 24.